MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ളൊരു തേങ്ങാച്ചോറാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ബിരിയാണിക്കും നെയ്ച്ചോറിനുമൊക്കെ പകരമായിട്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒന്നായിരുന്നു ഇത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചോറയ്ക്ക് വെക്കുന്ന വെള്ളയരി കൊണ്ടും ഉണ്ടാക്കാം. ജീരകശാല റൈസ് വെച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ടേസ്റ്റ് മട്ടയരിയും വെള്ളയരിയും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അരി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. 4.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തേങ്ങയിൽ നിന്നും എടുത്തിരിക്കുന്ന പാലാണിത്. ഇനി ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇതിലേക്ക് പെരിഞ്ജീരകവും ഏലക്കയും ഗ്രാമ്പും പട്ടയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി. ഇനി തേങ്ങാപ്പാൽ ചേർക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ വെള്ളം വേഗം വറ്റിപ്പോകും. അരി പക്ഷേ നന്നായി വേവുകയും ചെയ്യില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയായ തേങ്ങാച്ചോറ് ഇപ്പോൾ റെഡിയായി. ബീഫും പരിപ്പുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.